ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ബെക്കാഡി കമ്പനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഞങ്ങൾ ഈ SDF ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടൊന്നുമല്ല, ഞങ്ങൾ കേരളത്തിലെ കർഷകരെ സഹായിക്കാൻ, പഴം കർഷകരെ സഹായിക്കാൻ, പച്ചക്കറി കർഷകരെ സഹായിക്കാൻ, ഇതിൽ നിന്ന് മദ്യം നിർമ്മിക്കാനുള്ളൊരു പദ്ധതിയായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. എടോ അപ്പം ഗോവിന്ദ, ഉളുപ്പില്ലാത്തവനെ, എങ്കിൽ ആ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിക്ക് ഈ കുറിപ്പ് തയ്യാറാക്കുമ്പോൾ അതിലൊരു വരി ചേർക്കണ്ടേ? ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ പഴം കർഷകരെ, നമ്മുടെ നാട്ടിലെ പച്ചക്കറി കർഷകരെ സഹായിക്കാനാണെന്ന് പറയണ്ടോ? ഉളുപ്പില്ലാത്തവനെ, ഒരു വകക്ക് കൊള്ളാത്തവനെ, താൻ എന്താ ചെയ്തത്? അക്കാര്യം മിണ്ടിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ലായിരുന്നു. നിങ്ങൾക്ക് ഇവിടുത്തെ കർഷകരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു താല്പര്യമില്ല. നിങ്ങൾക്ക് ആകെ കിട്ടേണ്ടത് നിങ്ങൾക്ക് കോഴപ്പണം കിട്ടണം, നിങ്ങൾക്ക് അഴിമതി പണം കിട്ടണം. അത് തന്നെയായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം, അല്ലേ? അത് തന്നെയായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ബെക്കാഡി കമ്പനിയും ഈ SDF ഇൻഡസ്ട്രീസും ഒക്കെ ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് അനുകൂലമായി, അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ പറയുക, ചട്ടങ്ങളിൽ, അല്ലെ, അബ്കാരി ചട്ടങ്ങളിൽ നിങ്ങൾ മാറ്റം വരുത്തി. എന്നിട്ട് നിങ്ങൾ VD സതീശന് നേരെ വേൽ ചുടുകയാണ്. ഉളുപ്പില്ലാത്തവരെ. എടോ, ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ അറിയുന്നുണ്ട്. ഇത് ദേശാഭിമാനി